ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാസത്തെ 10ാമത്തെ ദിവസവും ഈ വർഷത്തെ 10ാമത്തെ ദിവസവുമാണ് ശനിയാഴ്ച ദിവസം. ഇന്നലത്തെ എൻ്റെ എപ്പിസോഡിൽ ഞാൻ ഇട്ടത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇടുന്നത്. ബൈബിളിൽ 3 വിധ മരണങ്ങളെക്കുറിച്ച് പറയുന്നു. ഇന്നത്തെ ചിന്താവിഷയം ഇത് തന്നെയാണ്. ബൈബിളിൽ 3 വിധ മരണങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്നാമത്തേത് ശാരീരിക മരണം, രണ്ടാമത്തേത് ആത്മീയ മരണം, മൂന്നാമത്തേത് നിത്യ മരണം. അതിൽ ശാരീരിക മരണം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുമ്പോൾ ശരീരം മരിക്കുന്നു. ആത്മാവ് മരിക്കുന്നില്ല. പാപത്തിൻ്റെ ശിക്ഷയാണ് ശാരീരിക മരണം. ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യനോട് ദൈവം അരുളി ചെയ്തത് നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും എന്നാണല്ലോ. അപ്രകാരം ശരീരം പൊടിയിലേക്ക് തിരികെ ചേരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആത്മീയ മരണം എന്ന് പറയുന്നത്, അതായത് സ്പിരിച്വൽ ഡെത്ത്, പാപനിമിത്തം മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന അവസ്ഥയാണ് ആത്മീയ മരണം. ദൈവകൽപ്പന ലംഘിച്ച ആദമിന് ആദ്യം സംഭവിച്ചത് ആത്മീയ മരണമായിരുന്നു. ആത്മീയമായി മരിച്ച അവസ്ഥയിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിത്യജീവന്റെ പാതയിലേക്ക് കടക്കുന്നതാണ് വീണ്ടും ജനനം. അത് കരസ്ഥമാക്കേണ്ടത് ഓരോ വ്യക്തിയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത്തത് നിത്യമരണം, അതായത് സെക്കൻഡ് ഡെത്ത്. പാപത്തിന് ജീവിച്ച് ശാരീരിക മരണം സംഭവിച്ച മനുഷ്യാത്മാവിന് ശിക്ഷ വിധിച്ച് നിത്യമായി ദൈവ സംസർഗത്തിൽ നിന്ന് മാറ്റി നരകാഗ്നിയിൽ തള്ളി കളയുന്നതിന് രണ്ടാം മരണമെന്ന് പറയുന്നു. ഈ നിത്യമായ ദണ്ഡനത്തിന് ആത്മാവ് മാത്രമല്ല, പുനരുദ്ധാന ശേഷം ശരീരവും വിധിക്കപ്പെടും. തീയിൽ കരിഞ്ഞു പോകാത്ത ഉയർക്കപ്പെട്ട ശരീരവുമായാണ് നരകത്തിലേക്ക് വീഴുന്നത്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാം മരണം, നിത്യമരണം. വെളിപ്പാട് പുസ്തകം 20-14 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിനെ വിശ്വസിക്കാതെ പാപത്തിൽ മരിച്ചവർ അനുഭവിക്കുന്ന വിമോചനമില്ലാത്ത ന്യായ തീർപ്പാണ് രണ്ടാം മരണം. പാപിയുടെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. കാരണം ശാരീരിക മരണത്തിന് ശേഷം രക്ഷ പ്രാപിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകും. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മരണത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. യേശുവിൽ വിശ്വസിച്ച് വചനപ്രകാരം ജീവിക്കുന്നവർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള വാതിലാണ് മരണമെന്നും നമുക്ക് ഏവർക്കും അറിയാം. ക്രിസ്തുവിൽ മരിച്ചവർ യഹോവയ്ക്ക് വിലയേറിയവരും ഭാഗ്യമുള്ളവരും ദുഃഖത്തിന് കാരണമില്ലാത്തവരും ആണ് എന്ന് നമുക്ക് എഗെയിൻ വെളിപാട് പുസ്തകത്തിലൂടെയും സങ്കീർത്തനത്തിലൂടെയും മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തത്, രക്ഷിക്കപ്പെടാതെ തങ്ങളുടെ പാപത്തിൽ മരിച്ചവരുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. യേശുവിൽ വിശ്വസിക്കാതെ ജീവിച്ചവരുടെ മരണം പാതാളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അറസ്റ്റ് വാറണ്ടാണ്. വെള്ളസിംഹാസന ന്യായവിധി ദിനം വരെ സകല പാപികളെയും പാതാളത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ന്യായവിധിക്ക് ശേഷം അവർ നിത്യ അഗ്നിയിലേക്ക് തള്ളപ്പെടുമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. മരണാവസ്ഥ ശേഷക്രിയകളാലോ പ്രാർത്ഥനയാലോ മരിച്ചുപോയവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല. മാനസാന്തരപ്പെടാതെ മരിച്ചുപോയ ധനവാൻ യാതന സമയത്ത് കിടന്നുകൊണ്ട് അപേക്ഷിച്ച 2 യാതനകളും തള്ളപ്പെട്ടു എന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഒരുവൻ നിത്യതയിൽ എവിടെയായിരിക്കണമെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. സ്വർഗീയ പരദീസയ്ക്കും യാതന സ്ഥലത്തിനും മധ്യേ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ദൈവം മറ്റൊരു പാർപ്പിടം ഒരുക്കിയിട്ടില്ല. സ്വർഗത്തെ പോലെ തന്നെ നരകവും യഥാർത്ഥത്തിലുള്ള ഒരു സ്ഥലമാണ്, അല്ലാതെ ഒരു അവസ്ഥയല്ല എന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-42 പറയുന്നുണ്ട്. സ്വർഗവും നരകവും യഥാർത്ഥമാണെന്ന് ഉറപ്പ് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസവും വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ മാമോദീസയിലൂടെ മൂറോൻ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിച്ചതായ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ കാര്യസ്ഥൻ്റെ
ഉപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാവും സ്വർഗവുമുണ്ട് നരകവും ഉണ്ട് എന്ന്. ആയതിനാൽ ബാക്കിയുള്ള നമ്മുടെ ജീവിതം വളരെ സന്തോഷപ്രദമായി ഈ ലോകത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാവിനെ തിരിച്ചറിയുകയും അവൻ്റെ കാൽക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഈ ലോകത്തിൽ ഒരു മാതൃകാ പുരുഷനായി, ഒരു മാതൃകാ മകളായി, മകനായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.